A warm welcome to all. Today my topic is social responsibility of business. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഗ്രൂപ്പിനോടും അതിൻ്റെ ചുറ്റിനും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രൂപ്പിനോടും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പാലിക്കുന്നതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Definition: Social responsibility contains that management is responsible to the organization itself and to all the interest groups with which it interacts. Other interest groups such as workers, customers, creditors, suppliers, government and society in general plays essentially equal with shareholders. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മറ്റു ഇൻട്രസ്റ്റ് ഗ്രൂപ്പുമായി ഇൻട്രാക്ട് ചെയ്യാനും സോഷ്യലി കമ്മിറ്റഡ് ആകാനും മെയിൻ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. ഇതിൽ പറയുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആണ് വർക്കേഴ്സ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ് എന്നിവയൊക്കെ. ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ ആണ് മാനേജ്മെൻറ്റ് സോഷ്യലി കമ്മിറ്റഡ് ആകാൻ ശ്രമിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്: shareholders, workers, customers, creditors, suppliers, government, സൊസൈറ്റി, എൻവയോൺമെൻറ്റ്. ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ ആണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയെ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ബിസിനസ്: All those who participate in some way in the activities of organization is called stakeholders of a business, which is divided into two: internal stakeholders and external stakeholders. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ ആണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ രണ്ട് തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പിന്നെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു കമ്പനിയുമായി ഡയറക്റ്റ് റിലേഷൻഷിപ്പ് പങ്കുവെക്കുന്ന ഗ്രൂപ്പിനെ ആണ് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അടിയിൽ വരുന്നതാണ് എംപ്ലോയീസ്, മാനേജേഴ്സ്, ഓണേഴ്സ് എന്നിവയൊക്കെ. ഒരു കമ്പനിയുടെ വളർച്ചയിലോ ഇടിവിലോ ഇൻഡയറക്റ്റ് ആയി എഫക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെ ആണ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിനടിയിൽ വരുന്നതാണ് സപ്ലയേഴ്സ്, സൊസൈറ്റി, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് എന്നിവയൊക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കമ്പനി സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എന്നാണ്. Responsibility towards shareholders. First point: return on their investment. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കുന്നതാണ്. പ്രൊവൈഡിങ് റിലവൻറ്റ് ഇൻഫർമേഷൻ. മതിയായ ഇൻഫർമേഷൻ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഇൻക്രീസിങ് ദെയർ അസറ്റ്. ആവശ്യമായ ഘട്ടങ്ങളിൽ അസറ്റ് കൂട്ടണം. റിക്വസ്റ്റ് സജഷനോ പ്ലാനോ ഷെയർ ഹോൾഡേഴ്സുമായി കമ്പനി ഡിസ്കസ് ചെയ്യണം. ഇംപ്രൂവിങ് പബ്ലിക് ഇമേജ് ഓഫ് എ കമ്പനി. ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ പബ്ലിക് ഇമേജ് ഒരു കമ്പനിയുടെ ടൈപ്പിലൂടെ വർദ്ധിപ്പിക്കാൻ സഹായിക്കണം. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയി. ജോലിക്ക് എക്സ്പീരിയൻസിനും അനുസരിച്ചായിരിക്കണം സാലറി. ഗുഡ് ആൻഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻ. എംപ്ലോയീസിന് സുരക്ഷിതമായ ജോലി ചെയ്യാനുള്ള വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം കമ്പനി കൊടുക്കേണ്ടത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് പ്രൊമോഷൻ. ഒരു എംപ്ലോയറിൻ്റെ എഡ്യൂക്കേഷനും ഫർദർ ട്രെയിനിങ്ങും അതിനനുസരിച്ചുള്ള പ്രൊമോഷനും കമ്പനി കൊടുക്കേണ്ടതാണ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് വർക്കേഴ്സിൻ്റെ പ്ലാനും ഐഡിയാസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം ഒരു കമ്പനിയുടേത്. ഫിഫ്ത്ത്: റീസണബിൾ ആൻഡ് പ്രോപ്പർ ചാൻസ് ഫോർ പ്രൊമോഷൻ.
റീസണബിൾ ആയ ഐഡിയാസിലൂടെയും ലീഡർഷിപ്പിലൂടെയും മാത്രമേ പ്രൊമോഷൻ കൊടുക്കാവുള്ളൂ. പ്രോപ്പർ റെക്കഗ്നൈസേഷൻ, അപ്രിസിയേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഓഫ് സ്കിൽസ്. അതായത് ഒരു എംപ്ലോയി അവരുടെ സ്കിൽസും ഐഡിയാസും ഉപയോഗിച്ച് ഒരു കമ്പനിയെ ഇമേജ് ഉയർത്തുമ്പോൾ എംപ്ലോയർ അതിനനുസരിച്ചുള്ള ബോണസും ഫെസിലിറ്റീസും കൊടുക്കേണ്ടതാണ്. ദ ഇൻസ്റ്റാളേഷൻ ഓഫ് എഫിഷ്യൻറ്റ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് സിസ്റ്റം. എംപ്ലോയീസും തമ്മിലും പിന്നെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള വാക്ക് തർക്കത്തെ പരിഹരിക്കാനുള്ള ഒരു സിസ്റ്റമാണ് എഫിഷ്യൻറ്റ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് സിസ്റ്റം. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമർ. ദ ട്രൂ ആൻഡ് ഫെയർ ഇൻഫർമേഷൻ ത്രൂ അഡ്വർടൈസ്മെൻറ്റ്. സത്യസന്ധമായ ഇൻഫർമേഷൻ ആയിരിക്കണം കസ്റ്റമേഴ്സിന് കമ്പനി കൊടുക്കേണ്ടത്. റെഗുലർ സപ്ലൈ ഓഫ് ഫുഡ്. ഒരു കണ്ടിന്യൂസ് ബേസിസിൽ ആയിരിക്കണം കസ്റ്റമേഴ്സിന് ഗുഡ്സ് സപ്ലൈ ചെയ്യേണ്ടത്. ചാർജസ് റീസണബിൾ പ്രൈസ്. അതായത് ബിൽഡ് ക്വാളിറ്റി അനുസരിച്ചായിരിക്കണം പ്രൈസ് ടാഗ് ചെയ്യേണ്ടത്. അവോയ്ഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ്. സർക്കാർ നിരോധിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല. ടു അണ്ടർസ്റ്റാൻഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കസ്റ്റമർ. ഓരോ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കി വേണം പ്രൊഡക്ഷൻ നിലനിർത്താൻ. ടു പ്രൊവൈഡ് റിക്വയർഡ് ആഫ്റ്റർ സെയിൽസ് സർവീസസ്. സെയിൽസ് സർവീസ് കൂടാതെ ഡെലിവറി സർവീസും പാക്കേജിംഗ് സർവീസും കമ്പനി നിർദ്ദേശിക്കേണ്ടതാണ്. ടു എൻഷുർ പ്രൊഡക്റ്റ് ഹാസ് നോ അഡ്വേഴ്സ് എഫക്ട്സ് ഓൺ കൺസ്യൂമർ. പ്രൊഡക്റ്റ് കാരണം ഒരു കസ്റ്റമറിൻ്റെ ലൈഫിനെയോ അതിൻ്റെ ചുറ്റുപാടിലും ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ആൻഡ് കോർപ്പറേറ്റീവ് ഇൻ-ടേം ബിസിനസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബിസിനസ്. നല്ല ഒരു ബന്ധം കമ്പനികൾ തമ്മിൽ സ്ഥാപിക്കേണ്ടതാണ്. മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. മാനേജ്മെൻറ്റ് സത്യസന്ധമായ ആവശ്യങ്ങളും ഇൻഫർമേഷനും ക്രെഡിറ്റേഴ്സിനും സപ്ലയേഴ്സിനും കൊടുക്കേണ്ടതാണ്. പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്, അതർ ചാർജസ് ഷുഡ് ബി പ്രോംപ്റ്റ്. മെറ്റീരിയൽസിൻ്റെ പ്രൈസും വാടകയ്ക്കുള്ള പ്രൈസും കൃത്യമായി അടയ്ക്കേണ്ടതാണ്. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെൻറ്. ടു അബൈഡ് ദ ലോ ഓഫ് ദ ലാൻഡ്. ആദ്യത്തെ അതായത് ലോ പറയുന്നത് ബഹുമാനിക്കണം. അതിനനുസരിച്ച് വേണം കമ്പനിയുടെ പ്രൊസീജിയേഴ്സ് പോകാൻ. ടു പേ ടാക്സസ് ഹോണസ്റ്റ്ലി. ടാക്സസ് എല്ലാം സത്യസന്ധതയോടെ അടയ്ക്കണം. ടു അവോയ്ഡ് കറപ്റ്റിംഗ്. കറപ്ഷൻ മാറ്റി നിർത്തണം. കറപ്ഷൻ ഇല്ലാതെ കമ്പനി നയിക്കണം. അതാണ് പറയുന്നത്. ടു എൻകറേജ് ഫെയർ ട്രേഡ്. സേഫ് വർക്കിംഗ് കണ്ടീഷനും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും ആക്ടിനെ ബഹുമാനിക്കുന്ന ട്രേഡ് ആയിരിക്കണം ഫെയർ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടു അവോയ്ഡ് മോണോപോളി അവോയ്ഡ് ചെയ്യുമ്പോൾ പുതിയ പ്രൊഡക്ട്സിന് മാർക്കറ്റിൽ കയറാൻ സാധ്യത കൂടും. അങ്ങനെ എല്ലാ മാർക്കറ്റേഴ്സിനും അവസരം ലഭ്യമാകും. അതുകൊണ്ട് മോണോപോളി അവോയ്ഡ് ആക്കണം. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ടു ഹെൽപ്പ് ദ വീക്കർ ആൻഡ് ബാക്ക്വേർഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. എക്കണോമിക്കലി വീക്കായ ആൾക്കാരെ ഒരു സപ്പോർട്ട് കൊടുക്കണം. ടു പ്രിസർവ് ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. ബിസിനസ് ചെയ്യുമ്പോൾ സൊസൈറ്റിയുടെ കൾച്ചറൽ വാല്യൂവിനെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യണം. ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ്. ജോലി സാധ്യത വർദ്ധിപ്പിക്കണം. To protect the environment, to conserve natural resources and wildlife. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ആയിരിക്കണം കമ്പനി നടത്തേണ്ടത്.